റസൂലുള്ള പഠിപ്പിക്കുന്നു സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തിൻ ലാ ശക്ക ഫീഹിന്ന. 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന ഉറപ്പായും പടച്ചവൻ സ്വീകരിക്കുമത്രേ. അതിൽ ഒരു വിഭാഗം ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരുടെ പ്രാർത്ഥനയാ. യാത്രക്കാരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതാ. അതുകൊണ്ട് യാത്രക്കിടയിൽ നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്നതാ. അങ്ങനെ ഒരു യാത്രക്കാരനെയാ റസൂലുള്ള പഠിപ്പിച്ചു തരുന്നത്. വിദൂരത്തിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യനാ. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ എടുക്കു പിടിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ തലമുടികളിൽ പൊടി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ പക്ഷേ തന്റെ 2 കൈകളും ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സദാസമയത്തും ദുആയാണ്. യാ റബ്ബ് യാ റബ്ബ്, റബ്ബേ 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 എന്ന് വിളിച്ചുകൊണ്ട് 2 കൈകളും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നടക്കുന്ന സ്വീകാര്യയോഗ്യമായ ദുആയ്ക്ക് ഉടമസ്ഥനായ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാ. അയാളുടെ ദുആയ്ക്ക് ഒരു കുറവുമില്ല. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് നിന്നിരിക്കുന്ന മനുഷ്യനാ. പക്ഷേ അയാൾക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയുമോ? റസൂലുള്ള പഠിപ്പിക്കുന്നു വമതഅമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു പക്ഷേ അയാൾക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയുമോ? വമതഅമുഹു ഹറാം. ഇത്രത്തോളം ദുആ ചെയ്യുമ്പോഴും കൈ ഉയർത്തി കണ്ണീരൊഴുക്കുമ്പോഴും അയാൾ കഴിക്കുന്നത് ഹറാമിന്റെ ഭക്ഷണമാ. വമശ്റബുഹു ഹറാം. അയാൾ കുടിക്കുന്നത് ഹറാമിന്റെ പാനീയമാ. വമൽബസുഹു ഹറാം. അയാൾ ധരിച്ചിരിക്കുന്നത് ഹറാമിന്റെ വസ്ത്രമാ. ഫഗുദിയ ബിൽ ഹറാം. അയാൾ വളർത്തപ്പെട്ടത് തന്നെ ഹറാമ് കൊണ്ടാ. അങ്ങനെ ഹറാമ് തിന്നുന്നയാള്, ഹറാമ് കുടിക്കുന്നയാള്, ഹറാമ് ധരിക്കുന്നയാള്, ഹറാമിലൂടെ വളർന്നു വന്ന ആള് റസൂലുള്ള ചോദിക്കുന്നു ഫഅന്നാ യുസ്തജാബു ലഹു. പിന്നെ എത്ര തന്നെ ദുആ ചെയ്തെന്ന് പറഞ്ഞാലും ഹറാമായ സമ്പത്തുമായി ബന്ധപ്പെടുന്നവന്റെ ദുആ എങ്ങനെയല്ല സ്വീകരിക്കാൻ? അല്ലാഹു അങ്ങനെയുള്ളവരുടെ ദുആ സ്വീകരിക്കൂല. സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധമായ റമളാനിൽ നമ്മൾ എത്രയാ ദുആ ചെയ്യുന്നത്? അത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റ് ആ അത്താഴം കഴിച്ചിട്ട് സുബഹിക്ക് മുമ്പായിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നവരല്ലയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് ഇഅ്തികാഫിരുന്നുകൊണ്ട് ദുആ ചെയ്യുന്നവരല്ലയോ? ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുന്നില്ലയോ? മജ്ലിസിന്റെ ബയാനിന്റെ മജ്ലിസുകളിൽ, തഅലീമിന്റെ മജ്ലിസുകളിൽ ഇരുന്നിട്ട് ദുആ ചെയ്യുന്നില്ലയോ? നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്ത് ദുആ ചെയ്യുന്നില്ലയോ? തറാവീഹ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നില്ലയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ ലൈറ്റ് അണച്ചിട്ട് തസ്ബീഹ് നിസ്കരിച്ചിട്ട് ഒരുപാട് ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നില്ലയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, വിശുദ്ധമായ റമളാനിൽ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരല്ലയോ? അതേ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കുടുംബത്തിന് വേണ്ടി അത്താഴമുണ്ടാക്കുന്നവരാ. സുബഹി കഴിഞ്ഞിട്ടായാലും വീട്ടിലെ കുഞ്ഞുമക്കളുണ്ട്, സ്കൂളിൽ പോകണം, പരീക്ഷയുണ്ട്, അവരെ ഒരുക്കി വിടണമെന്ന് കരുതിയിട്ട് ഉറങ്ങാൻ പോലും പറ്റൂല. അവർക്കുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കി വിടണ്ടേ, പിന്നെ വീട് മുഴുവനും വൃത്തിയാക്കണ്ടേ, പിന്നെ വീട്ടിലെ വസ്ത്രങ്ങൾ അലക്കണ്ടേ. അപ്പോഴേക്കും ളുഹറിന്റെ സമയമായി. പിന്നെ ളുഹർ കഴിഞ്ഞ് കുറച്ചെങ്കിലും ഖുർആനൊന്നും ഓതേണ്ടേ. അത് കഴിഞ്ഞ് അല്പമൊന്നും മയങ്ങിയിട്ട് വീണ്ടും അസറിന് മുമ്പ് നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കേണ്ടേ. ഇതിനിടയിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ റബ്ബേ, രോഗികൾക്ക് ശമനം നൽകണേ റബ്ബേ, ഭർത്താവിന്റെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ റബ്ബേ, ലക്ഷക്കണക്കിന് കടങ്ങൾ വീട്ടി തരണേ റബ്ബേ, ഗൾഫിൽ പോയ പൊന്നുമോന് നല്ല ജോലി കൊടുക്കണേ റബ്ബേ, എന്റെ മക്കൾക്ക് നല്ല ഇണകളെ കൊടുക്കണേ റബ്ബേ, വിവാഹം കഴിഞ്ഞ മക്കൾക്ക് നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കണേ റബ്ബേ. ഇതൊക്കെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്യുകയല്ലേ? ഇങ്ങനെ കണ്ണീരൊഴുക്കി ദുആ ചെയ്യുമ്പോ, അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം മുഅ്മിനേ. വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം ഫഗുദിയ ബിൽ ഹറാം. ഹറാം കഴിക്കുന്നവരാണോ? ഹറാം കുടിക്കുന്നവരാണോ? ഹറാം ധരിക്കുന്നവരാണോ? ഹറാമിലൂടെ വളർന്നു വന്നവരാണോ? ഹറാമായ സമ്പത്തുമായി ബന്ധപ്പെടുന്നവരാണോ? ഫഅന്നാ യുസ്തജാബു ലഹു. ഇല്ല ഇല്ല, അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. എത്ര കരഞ്ഞെന്ന് പറഞ്ഞാലും, ഏത് റമളാനാണെന്ന് പറഞ്ഞാലും, എത്ര തന്നെ വിതുമ്പി എന്ന് പറഞ്ഞാലും ഹറാമായ സാമ്പത്തിൽ നിന്നും മാറിയില്ലയോ? ഒരു
ഒരിക്കലും അല്ലാഹു ദുആ സ്വീകരിക്കൂല. നബിയുനാ മുഹമ്മദ് മുസ്തഫ